മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൽ വെൽഫെയർ പാർട്ടി നേതാക്കളും മുസ്ലിം ലീഗിൽ കലാപം. നമസ്കാരം. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ വിശേഷങ്ങളുമായി ജനേകം ടോപ്പ് 10 ന്യൂസിലേക്ക് സ്വാഗതം. വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീന്റെ പേഴ്സണൽ സ്റ്റാഫിൽ വെൽഫെയർ പാർട്ടി നേതാവിനെ ഉൾപ്പെടുത്തിയതിനെ ചൊല്ലി മുസ്ലിം ലീഗിൽ ആഭ്യന്തര ഭിന്നത രൂക്ഷമാകുന്നു. SIO മലപ്പുറം ജില്ലാ പ്രസിഡന്റും ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് സംസ്ഥാന സെക്രട്ടറിയുമായിരുന്ന KK അഷ്റഫിന്റെ നിയമനത്തിനെതിരെയാണ് പോഷക സംഘടനകളായ യൂത്ത് ലീഗും MSFും കടുത്ത അമർഷം രേഖപ്പെടുത്തിയത്. യൂത്ത് ലീഗും MSFും നൽകിയ പട്ടിക പൂർണ്ണമായും തള്ളിയാണ് ലീഗ് നേതാക്കൾ നിയമനം നടത്തിയത്. യൂത്ത് ലീഗ് കൊണ്ടോട്ടി മണ്ഡലം കമ്മിറ്റി കൈമാറിയ 18 പേരുടെ പട്ടികയിൽ നിന്ന് ഒരാളെ പോലും പരിഗണിച്ചില്ല. പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പാർലമെന്റ് നടപടികൾ തുടർച്ചയായി തടസ്സപ്പെടുന്നതിനിടെ ഉന്നയിക്കപ്പെടുന്ന ഏത് വിഷയത്തിലും വിശദമായ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് വ്യക്തമാക്കി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. രാജ്യസഭാ ചെയർമാൻ ഉൾപ്പെടെ ആവശ്യപ്പെട്ടിട്ടും അമിത്ഷാ പാർലമെന്റിൽ എത്താത്തത് ഏറെ ചർച്ചയായിരുന്നു. ഇതോടെ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ നിന്ന് കേന്ദ്ര സർക്കാർ ഒളിച്ചോടുന്നില്ലെന്ന് കാണിക്കാനാണ് കേന്ദ്രത്തിന്റെ ഈ നീക്കം. ഡൽഹിയിലെ പ്രതിഷേധങ്ങൾ, പോലീസ് നടപടികൾ തുടങ്ങിയ അടിയന്തര പ്രാധാന്യമുള്ള പ്രശ്നങ്ങളിൽ സഭയിൽ ഉടൻ ചർച്ച തുടങ്ങാമെന്നാണ് കേന്ദ്ര നിലപാട്. ദക്ഷിണ അമേരിക്കൻ രാജ്യമായ കൊളംബിയയെ പിടിച്ചുകുലുക്കി വൻ ഭൂകമ്പം. ദുരന്തത്തിൽ ഇതുവരെ 250-ലധികം ജീവനുകൾ പൊലിഞ്ഞതായാണ് ലഭ്യമാകുന്ന പ്രാഥമിക വിവരങ്ങൾ. റിസറാൾഡ പ്രവിശ്യയെ കേന്ദ്രീകരിച്ചുണ്ടായ ശക്തമായ പ്രകമ്പനത്തിൽ കനത്ത നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ആയിരക്കണക്കിന് ആളുകളെ ഇനിയും കണ്ടെത്താനുണ്ടെന്നത് ആശങ്കയുടെ ആഴം വർദ്ധിപ്പിക്കുന്നു. കാസർഗോഡ് കാലിക്കടവിൽ വൻതോതിൽ MDMAയുമായി പിടിയിലായ പ്രതി മുഖ്യമന്ത്രി VD സതീശന്റെ ജന്മദിന ആഘോഷ ചടങ്ങുകളിൽ പങ്കെടുക്കുന്ന ചിത്രങ്ങളും പുറത്ത്. മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ മുഹമ്മദ് ഹുസൈൻ യൂത്ത് കോൺഗ്രസ് നേതാവല്ലെന്നായിരുന്നു സംസ്ഥാന അധ്യക്ഷനും മന്ത്രിയുമായ OJ ജനീഷിന്റെ വാദം. എന്നാൽ ഇത് പൊളിയുന്ന തരത്തിലുള്ള വാർത്തകളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത്. മുംബൈ കുർളയിലെ ചിരാഗ് നഗറിന് സമീപമുള്ള ഗൗസിയ ചൗളിൽ കുന്ന് ഇടിഞ്ഞു വീണ് 2 കുട്ടികൾ ഉൾപ്പെടെ 7 പേർ മരിച്ചു. അപകടത്തിൽ 4 പേർക്ക് പരിക്കേറ്റു. ബുധനാഴ്ച പുലർച്ചെ 3 മണിയോടെയാണ് സംഭവം. ശക്തമായ മഴയെ തുടർന്നാണ് കുന്ന് ഇടിഞ്ഞു വീണത്. അവശിഷ്ടങ്ങൾക്കിടയിൽ കൂടുതൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നതായി സംശയിക്കുന്നു. മുംബൈ കോർപ്പറേഷൻ, ഫയർഫോഴ്സ്, മുംബൈ പോലീസ്, ദേശീയ ദുരന്ത നിവാരണ സേന എന്നിവരുടെ നേതൃത്വത്തിൽ തിരച്ചിലും രക്ഷാപ്രവർത്തനവും തുടരുകയാണ്. ടാറ്റ സൺസ് ചെയർമാൻ N ചന്ദ്രശേഖരൻ രാജിവെച്ചു. പദവിയിൽ ബാക്കി 6 മാസം ശേഷിക്കെയാണ് പടിയിറക്കം. ടാറ്റ ഗ്രൂപ്പിന്റെ അധികാര തർക്കങ്ങളാണ് രാജിയിലേക്ക് നയിച്ചതെന്നാണ് വിവരം. ടാറ്റ ട്രസ്റ്റിന്റെ ചെയർമാനായ നോയൽ ടാറ്റയുടെ എതിർപ്പിനെ തുടർന്ന് ചന്ദ്രശേഖരനെ ചെയർമാനായി വീണ്ടും നിയമിക്കുന്നതിൽ അനിശ്ചിതത്വം തുടരുന്നുണ്ടായിരുന്നു. ആഗസ്റ്റ് 18-ന് നടക്കാനിരിക്കുന്ന വാർഷിക പൊതുയോഗത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് രാജി പ്രഖ്യാപിച്ചത്. പാലക്കാട് എരുത്തേമ്പതി വണ്ണാമട സ്വദേശികളായ ഉണ്ണികൃഷ്ണന്റെയും ചിത്രയുടെയും മകൾ അശ്വിനി ഡെങ്കിപ്പനി ബാധിച്ച് മരിച്ചു. ചിറ്റൂർ ഗവൺമെന്റ് വിക്ടോറിയ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച പനി തുടങ്ങിയതിനെ തുടർന്ന് കുട്ടി വിവിധ ആശുപത്രികളിൽ ചികിത്സയിലായിരുന്നു. ആദ്യം കോഴിഞ്ഞാമ്പറയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച അശ്വിനിയെ രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് പാലക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്കും പിന്നീട് തൃശൂരിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിലേക്കും മാറ്റി. കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളികളുടെ കുടുംബങ്ങൾ ഉയർത്തുന്ന പ്രശ്നങ്ങൾ സംസ്ഥാന സർക്കാർ എത്രയും വേഗം പരിഹാരം കാണണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. കുടുംബങ്ങളെ നിരാലംബരാക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്. ഇത്തരം കാര്യങ്ങളിൽ മുൻകാല മാതൃകകൾ സ്വീകരിക്കണം. വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് നിർമ്മിച്ചു നൽകണം. കടബാധ്യതകൾ തീർപ്പാക്കണം. കുടുംബത്തിലുള്ള ഒരാൾക്ക് തൊഴിൽ നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. മലയാള സിനിമ കാത്തിരുന്ന മോഹൻലാലിന്റെ മകൾ വിസ്മയ മോഹൻലാലിന്റെ വെള്ളിത്തിരയിലെ കന്നി ചിത്രം തുടക്കം തിയേറ്ററുകളിൽ വൻ ജനപ്രീതി നേടുന്നു. റിലീസ് ചെയ്ത് ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആഗോളതലത്തിൽ 26.82 കോടി രൂപ കളക്ഷൻ നേടി ബോക്സ് ഓഫീസിൽ വൻ മുന്നേറ്റമാണ് ചിത്രം നടത്തുന്നത്. സംവിധായകൻ ജൂഡ് ആന്റണി ജോസഫ് ഒരുക്കിയ ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരാണ്. ഇറാന്റെ വധഭീഷണിയെ തുടർന്ന് രഹസ്യമായി വിമാനം മാറിയതായി സ്ഥിരീകരിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കഴിഞ്ഞ മാസം തുർക്കിയിൽ നടന്ന നാറ്റോ ഉച്ചകോടിക്കിടെയാണ് ആക്രമണ സാധ്യത കണക്കിലെടുത്ത് വിമാനം മാറ്റിയത്. സീക്രട്ട് സർവീസും സൈന്യവും തന്നോട് മറ്റൊരു വിമാനത്തിൽ പോകണമെന്ന് ആവശ്യപ്പെട്ടുവെന്നും താനത് അനുസരിക്കണമെന്നും ട്രംപ് പറഞ്ഞു.
ജനേകം ടോപ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനേകം വെബ്സൈറ്റ്, യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക.